ഞാൻ വീണ്ടും പറയട്ടെ, നാട്ടിൽ നിന്ന് വരുന്ന മിക്ക സ്റ്റുഡൻസിനും പണ്ട് ഓക്കെ കാനഡയിൽ PR കിട്ടാൻ എളുപ്പമായിരുന്നു. ബട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രൊഫഷൻസ് അല്ലെങ്കിൽ ചില കാറ്റഗറി ഓഫ് പ്രൊഫഷൻസ് അല്ലാതെ ആർക്കും വന്നാൽ PR കിട്ടും എന്ന് ഏജൻസീസ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നടക്കാത്തൊരു സ്വപ്നമായി മാറിയിരിക്കണേ. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസ് നാട്ടിലോട്ട് അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനോട്ടാണെങ്കിൽ നമുക്ക് പറയേണ്ട ആവശ്യമായിട്ട് നമുക്ക് തോന്നി. അതാണ് ബേസിക്കലി പറയാനുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ കാനഡയിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നടക്കാനായിട്ട് സാധ്യത കുറവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിലൊന്നെന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇവിടെ സ്നോ. അതെ, അതായത് കാനഡയിൽ ഇന്നേ വരെ കാണാത്തൊരു ഒരു ടൈപ്പ് ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഈ ക്രിസ്മസിന് ശരിക്കും എന്താ പറയുക, സ്നോ പെയ്തിട്ടില്ല. അതായത് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ശരിക്കും പറഞ്ഞാൽ എല്ലാ കൊല്ലവും, ഞാൻ ഇവിടെ വന്നിട്ട് 5 കൊല്ലമായി. അനീഷ വന്നിട്ട് ഇത്ര നാളായിട്ട് സ്നോ പെയ്യാത്തൊരു ക്രിസ്മസ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ്മസ്, ശരിക്കും ഒരു സ്നോ പെയ്യാത്തൊരു ക്രിസ്മസ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇന്നേ വരെ കാണാത്തൊരു സംഭവമാണ് ഇനി നടക്കാൻ പോകുന്നത്. അത് നേരത്തെ പറയുന്നത് പറയുമ്പോൾ ഈ ജാനുവരിയിൽ ഒരുപാട് ആൾക്കാരുടെ വർക്ക് പെർമിറ്റ് എക്സ്പയർ ആവുന്നുണ്ട്. ആ വർക്ക് പെർമിറ്റ് എക്സ്പയർ ആവുമെന്ന് പറയുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസാണ്. അതിൻ്റെ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കാനഡയിൽ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ ചൂസ് ചെയ്യാനുള്ള കാരണം എഡ്യൂക്കേഷൻ മാത്രമല്ല. അതായത് കാനഡ ആസ് എ ഹോൾ പാക്കേജ് എന്നുള്ള രീതിയിൽ, അതായത് എഡ്യൂക്കേഷൻ വൈസ് US-ഉം UK-യും സത്യം പറഞ്ഞാൽ മാസ്റ്റേഴ്സിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. പക്ഷേ കാനഡ ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുമ്പോഴേക്കും പെർമനന്റ് റെസിഡൻസ് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഏജൻസീസ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ കാനഡയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് PR കിട്ടുമെന്ന് നമ്മൾ ബൈ ഡിഫോൾട്ട് നമ്മൾ ഉറപ്പിച്ചിട്ടാണ് കാനഡയിൽ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പരിധി വരെ പണ്ട് അത് ശരിയായിരുന്നു. അതായത് ഒരു 2022-21 ഒക്കെ പറഞ്ഞ ആ ഒരു സമയത്തൊക്കെ ഈവൻ ലാസ്റ്റ് ഇയർ പോലും ആണെങ്കിലും അത് കറക്റ്റ് ആണ് ശരിക്കും പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ വരുന്നവർക്ക് അങ്ങനെ PR ഇല്ലാത്തൊരവസ്ഥയിൽ ഒരിക്കലും തിരിച്ചു പോകേണ്ട വന്നിട്ടില്ല. അതായത് ഞാനും ഒരുപാടൊന്നല്ല, സത്യം പറഞ്ഞാൽ ആരെയും കണ്ടിട്ടില്ല PR ഇല്ലാതെ തിരിച്ചു പോയാണ്. അപ്പോൾ ഈ വരുന്ന ജനുവരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരുപാട് ആൾക്കാരുടെ വർക്ക് പെർമിറ്റ്, അതായത് നമുക്കറിയാം 2 കൊല്ലം പഠിച്ചാൽ 3 കൊല്ലം സ്റ്റേ ബാക്ക്, അതാണ് വർക്ക് പെർമിറ്റ് എന്ന് ഉദ്ദേശിച്ചത്. പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് അത് എക്സ്പയർ ആവണം. അത് ഇതിനു മുമ്പുള്ള പിള്ളേർക്ക് ഗവൺമെൻറ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് 2 പ്രാവശ്യം. അപ്പോൾ അത് നോർമലി ഒരു വർക്ക് പെർമിറ്റ് ഒരിക്കലും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കില്ല. പക്ഷേ അത് ഗവൺമെന്റിന്റെ സ്പെഷ്യൽ പോളിസി പ്രകാരം അത് കാരണം ഈ കോവിഡും പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് അതായത് ആൾക്കാർക്ക് ഒരു റിലീഫ് എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞ് ചെയ്തതാണ്. ഈ ഒരു 1-2 പ്രാവശ്യം എക്സ്റ്റൻഷൻ കൊടുത്തു. അപ്പോൾ അങ്ങനെ എക്സ്റ്റൻഷൻ കൊടുത്തതിലൂടെ ഒരുപാട് പേർക്ക് അത് ഗുണമുണ്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എക്സ്റ്റൻഷൻ കൊടുത്തതിലൂടെ പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു സാവകാശവും നമുക്ക് പോയിന്റ് കൂട്ടാനുള്ള ഇത് നമുക്ക് ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഈ ജനുവരിയിൽ മിനിസ്റ്റർ കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നത് ഈ എക്സ്റ്റൻഷൻ 2 പ്രാവശ്യം കൊടുത്തു, ഇനി അവർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അത് ഓൾറെഡി അനൗൺസ് ചെയ്തേക്കണ ന്യൂസാണ്. കാരണം റീസെന്റ് നമ്മൾ ആ ന്യൂസ് കണ്ടതാണ്, ഇങ്ങനെ എക്സ്റ്റൻഷൻ ഇനി ഇല്ല എന്ന് പറയണത്. മറ്റേ മിനിസ്റ്റർ ആയിട്ട് തന്നെ പറയുന്നത്. അപ്പോൾ എന്താ ഇപ്പോൾ അവിടുത്തെ പ്രശ്നം വെച്ചാൽ ഒരുപാട് പിള്ളേർക്ക് വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നേക്കണം. അപ്പോൾ നമുക്ക് തന്നെ അറിയാവുന്ന കുറച്ചധികം ഫ്രണ്ട്സ് ഉണ്ട് ഈ ജനുവരിയിൽ. അതായത് ബേസിക്കലി എനിക്ക് തോന്നുന്നു 2019 ജനുവരിയിൽ വന്ന അവർക്കാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ അവർക്ക് വർക്ക് പെർമിറ്റ് തീരാനുള്ള സമയമാവുന്നത്. ബേസിക്കലി എൻ്റെ കൂടെ പഠിക്കാനായിട്ട് വന്നേക്കണ ആ ഒരു ടൈമിലുള്ള കുറച്ച് ഫ്രണ്ട്സ് എന്ന് തന്നെ പറയാം. എൻ്റെ അതിൽ കുറച്ച് പേര് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരും ഉണ്ട് ആക്ച്വലി ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കണം. അതെ, ഈ ജാനുവരിയിലോട്ട് തീരാൻ പോണ ആൾക്കാർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയങ്കര ട്രിക്കി സിറ്റുവേഷൻ ആണ്. കാരണം നമുക്കറിയാം നാട്ടിൽ നിന്ന് ഇത്രയും ലോണൊക്കെ എടുത്ത് വന്നിട്ട് നമുക്ക് തിരിച്ച് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഇതാണ്. അപ്പോൾ ബേസിക്കലി ഈ വീഡിയോയിൽ കുറച്ച് സൊല്യൂഷൻസ്, അതൊരിക്കലും ഞങ്ങളൊരു 2 പേരും ഒരു ഇമിഗ്രേഷൻ ലോയറോ അല്ലെങ്കിൽ ഒരു ഇമിഗ്രേഷൻ ഒരു ലോ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുക ഒന്നുമല്ല. നിങ്ങൾ കൃത്യമായിട്ടൊരു ഏജൻസിനെയോ അല്ലെങ്കിൽ ലോയറിനെയോ, അതെ ഞാൻ പറയുവാണെങ്കിൽ ലോയർ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഏജൻസിനെക്കാളും ബെറ്റർ ലോയറാണ്. അതെ, ലോയറിന്റെ തന്നെ സജഷൻ വാങ്ങിക്കുക. കാരണം പ്രോപ്പർ ആയിട്ടുള്ള അഡ്വൈസ്, ബൈ ലീഗൽ അഡ്വൈസ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ കുറച്ച് ഓപ്ഷൻസ് ഞങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ IELTS-ന്റെ സ്കോർ കൂട്ടിയെടുക്കാം.
എന്നുള്ളതാണ്. അതെ. ഒരു 470 480 ഇപ്പം നമ്മൾ നിൽക്കണേന്നുണ്ടെങ്കിൽ നമ്മൾ അതായത് ഇനി നെക്സ്റ്റ് ഡ്രോ നമുക്കുള്ളതാണ്, അത് വിളിക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് 470 475 വിളിക്കും എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ അത് എക്സ്പെക്ട് ചെയ്ത് നിൽക്കാതെ നമ്മൾ മാക്സിമം സ്കോർ കൂട്ടിയെടുക്കുക IELTS-ന്റെ. അതായത് ഒരു 0.5 നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ പോലും നിങ്ങൾക്ക് 20 points ഒക്കെ ഡിഫറൻസ് വരാം. അപ്പോൾ നിങ്ങൾക്ക് 475 നിൽക്കണമെങ്കിൽ 495 500 എത്താൻ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് റോയിൽ കിട്ടാൻ, കാരണം ഇപ്പോൾ PR വിളിക്കുന്നത് ഈ 500 520 ആ റേഞ്ചൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് കാര്യം IELTS. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചാണ്. ഫ്രഞ്ച് എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാരും ഇപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് മലയാളീസ് ആണെങ്കിലും അവോയ്ഡ് ചെയ്യുന്നൊരു സംഭവം. ഇവിടെ ജോലി കിട്ടാനും എളുപ്പം ഒരു ഫ്രഞ്ച് ശരിക്കും പറഞ്ഞാൽ ഒരുപാടുണ്ട്. അതേപോലെ തന്നെ PR കിട്ടാനും, കാരണം ഇവിടെ ഒരുപാട് ഒട്ടുമില്ലാത്തൊരു കാറ്റഗറിയാണ് ഫ്രഞ്ച് അറിയുന്ന ആൾക്കാർ. അപ്പോൾ ഈ IELTS പോലെ തന്നെ നമുക്ക് ഫ്രഞ്ചിൻ്റെ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് പോയിൻറ്റ്സ് നല്ല രീതിയിൽ ഷൂട്ടപ്പ് ചെയ്യാൻ പറ്റും IELTS-നൊപ്പം. അപ്പോൾ ഫ്രഞ്ച് ഒരു ഡെഫിനറ്റ്ലി നോക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയർ ഇപ്പോൾ വർക്ക് പെർമിറ്റ് തീരാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു നെക്സ്റ്റ് ഒരു 3-4 മന്ത്സിലോട്ടും കൂടി നിങ്ങൾക്ക് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കാനഡയിൽ നിൽക്കാനോ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോഴേക്കും അത് എക്സ്റ്റൻഷന് കൊടുക്കുക. വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷന് കൊടുക്കുമ്പോൾ നിങ്ങളൊരു ഇംപ്ലൈഡ് സ്റ്റാറ്റസിലായിരിക്കും ഇവിടെ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇവിടെ കാനഡയിൽ നിൽക്കാം. ലീഗലി ഒരിക്കലും വർക്ക് പെർമിറ്റ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതല്ല. ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഇമിഗ്രേഷൻ ലോയറെ കാണുക, ഞങ്ങൾ പറയുന്ന കൂടാണ്ട് ഡെഫിനറ്റ്ലി അത് ചെയ്യണം. അതായത് ബേസിക്കലി നമ്മുടെ കയ്യിൽ സ്പെയർ ചെയ്യാനായിട്ടൊരു 5 to 10 lakhs ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പഠിക്കാനായിട്ട് സമയം കൊടുക്കാം. നിങ്ങൾക്കൊരു 1 ഇയറിലോട്ടും കൂടി പഠിക്കാനായിട്ട് നമ്മൾ ഫീസ് കൊടുത്ത് കയറുമ്പോൾ ആ ഒരു കൊല്ലം നമുക്ക് സ്പേസ് കിട്ടണം നമുക്ക് PR വിളിക്കാനായിട്ട്. ആ ടൈമിലും നിങ്ങളെ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യത്തുള്ളൂ. അതായത് ഫീ അവര് ഡൊമസ്റ്റിക് ഫീ അല്ല, കാരണം നമ്മൾ ഒരിക്കലും PR ആയിട്ടില്ലല്ലോ. അപ്പോൾ അത് ഒരു ഇതാണ്. പിന്നെ ആറാമത്തെ ഒരു ലാസ്റ്റ് ആൻഡ് വിയേർഡ് അല്ലെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു അസൈലം സീക്കർ എന്നുള്ളതാണ്. അസൈലം സീക്കർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നമുക്ക് ഹ്യൂമാനിറ്റേറിയൻ ബേസിസിൽ നമുക്കൊരു PR തന്നെ എന്നൊക്കെ പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് ഞാൻ പോകുന്നില്ല, കാരണം ഒന്നാമത്തെ കാര്യം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് ഞാനൊരു ലീഗലായിട്ടുള്ള ഒരാളല്ല. ഡെഫിനറ്റ്ലി നമ്മളൊരു കൺട്രിയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റൂൾസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ലീഗലായിട്ട് ഒരു അഡ്വക്കേറ്റിനോ ഇമിഗ്രേഷൻ ലോയറിനെ പോയി കണ്ട് അങ്ങനെ ഒരു പോസിബിലിറ്റി നിങ്ങൾക്കത് വർക്ക് ചെയ്യുമോ അതും അറിയില്ല. അപ്പോൾ അത് നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുക. ബേസിക്കലി ഇതൊക്കെയാണ് പല പല ഫാക്ടേഴ്സ് നമുക്ക് ഇപ്പോഴത്തെ കാനഡയിലുള്ളത്. ഞാൻ വീണ്ടും പറയട്ടെ, നാട്ടിൽ നിന്ന് വരുന്ന മിക്ക സ്റ്റുഡൻസിനും പണ്ട് കാനഡയിൽ PR കിട്ടാൻ എളുപ്പമായിരുന്നു. ബട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രൊഫഷൻസ് അല്ലെങ്കിൽ ചില കാറ്റഗറി ഓഫ് പ്രൊഫഷൻസ് അല്ലാതെ ആർക്കും വന്നാൽ PR കിട്ടും എന്ന് ഏജൻസീസ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നടക്കാത്തൊരു സ്വപ്നമായി മാറിയിരിക്കണേ, സത്യസന്ധമായിട്ട് പറയണേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ റിസർച്ചും കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൻടിൽ ദെൻ ബൈ.